Swarnam Katatu Arappa. Swarnam Katatu Arappa. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയൊരു വീര്യം പകർന്നു നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പത്തനംതിട്ട അടൂരിൽ നടന്ന UDF തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് കേരളത്തിലെ LDF സർക്കാരിന്റെയും BJPയുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിനെ പിച്ചു ചീന്തുന്ന ഒന്നായിരുന്നു. കേരളം ഭരിക്കുന്നത് LDF ആണെങ്കിലും അതിന്റെ കൺട്രോൾ റൂം ഡൽഹിയിലെ BJP ആസ്ഥാനത്താണെന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പ്രസംഗത്തിനിടയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പാരഡി പാട്ട് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സ്വർണം കട്ടവർ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന ഫേമസ് ആയ ആ പാട്ട് രാഹുൽ ഗാന്ധി സ്റ്റേജിൽ നിന്ന് അങ്ങ് പാടി. രാഹുൽ ഗാന്ധി ഇത് പാടി തുടങ്ങിയപ്പോൾ കൂടെയുള്ള പരിഭാഷകന് വരെ ഒന്ന് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ സദസ്സ് മുഴുവൻ ഒന്ന് ചിരിച്ച് ഇളകി എന്ന് തന്നെ പറയാം. സ്വർണം കട്ടവർക്ക് സംരക്ഷണം നൽകുന്നത് മോദി സർക്കാരാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്നത് ഇടതുപക്ഷ നേതാക്കളാണെന്നും CPM-നെ രക്ഷിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഈ ശബരിമല കൊള്ളം മറച്ചു വെക്കുകയാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. UDF അധികാരത്തിൽ വന്നാൽ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ കൊള്ള നടത്തിയവരെ കൃത്യമായി ശിക്ഷിക്കുമെന്ന് അദ്ദേഹം വോട്ടർമാർക്ക് ഉറപ്പും നൽകി. BJPയെ നേരിട്ട് എതിർക്കുന്നത് കോൺഗ്രസ് മാത്രമാണെന്നും അതുകൊണ്ടാണ് തനിക്കെതിരെ 36 കേസുകൾ എടുക്കുന്നതെന്നും എന്നാൽ പിണറായി വിജയനെ BJP തൊടാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. മോദി അദാനിക്കും അംബാനിക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ പിണറായി വിജയൻ കേരളത്തിലെ ചില കുത്തക കമ്പനികൾക്ക് വേണ്ടിയാണ് ഭരണം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ LDF തയ്യാറാകുന്നില്ല എന്നും അവർ കോർപ്പറേറ്റ് സ്വഭാവമുള്ള ഒരു സർക്കാരായി മാറിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ചുരുക്കത്തിൽ പാട്ടും പാടി പരിഹാസവും കൊണ്ട് തുടങ്ങിയ പ്രസംഗം LDF BJP ഡീൽ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്ന ഒന്നായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് മുഴുവനായി കണ്ടു നോക്കാം. Now I have a question for you. Swarnam Katatu Arappa. Swarnam Katatu Arappa. എനിക്ക് നിങ്ങളുടെ കേൾക്കാൻ സ്വർണം കട്ടത് ആരപ്പ. So it's very interesting because from this line you can understand the truth of the election in Kerala. നിങ്ങൾക്ക് ഈ ഒരൊറ്റ വരിയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ മൂഡ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാവും. യാതൊരു സംശയവുമില്ല. I know they will be kind. I know they will be kind. എനിക്കറിയാം അവർ കാരുണ്യത്തോടു കൂടിയായിരിക്കും എന്റെ അമ്മയെ സംരക്ഷിക്കുന്നത്. And that is important in life. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. And your chief minister should have these values. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആ മൂല്യങ്ങൾ ഉണ്ടാവണമായിരുന്നു. The prime minister should have these values. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആ കരുണയുടെ മൂല്യങ്ങൾ ഉണ്ടാവണമായിരുന്നു. Because these are the values of our country. കാരണം ഇത് ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ തന്നെയാണ്. This is the strength of our country. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. When a person from any religion can walk comfortably in Kerala, can feel secure in Kerala, this is something that we should be really proud of. ഈ നാട്ടിൽ കേരളത്തിൽ ഒരു മനുഷ്യന് ഭയരഹിതമായി നടക്കാൻ കഴിയുമെങ്കിൽ, ഏതു മതത്തിൽപ്പെട്ടവനും ഭയരഹിതമായി നടക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ നാടിന്റെ കരുത്ത്. That is what all our religions say. That is what the great leaders of Kerala has always said. അതുമാണ് നമ്മുടെ എല്ലാ മതങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നത്. Narayana Guru did not say kill people, hurt people, be arrogant. He said be humble, be compassionate.